ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമ വിശകലനമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് റിലീസായി ഡിസംബർ 18 വ്യാഴാഴ്ച എത്തിയിട്ടെത്തുന്ന മലയാള സിനിമയാണ് ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം. ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ഈ സിനിമ നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. വാഹിം സബർ, നൂറിൻ ഷെരീഫ് എന്നിവർ ചേർന്ന് തിരക്കഥ തയ്യാറാക്കിയ സിനിമയിൽ ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബൈജു ബാലു വർഗീസ്, സിദ്ധാർത്ഥ് ഭരതൻ, അശോകൻ റെഡ്ഡി, കിങ്സ്ലി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സിനിമയിൽ മോഹൻലാൽ ക്യാമിയോ റോളിലും എത്തുന്നുണ്ട്. ഇന്ന് ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് കേരളത്തിൽ ബുക്കിംഗ് ആരംഭിച്ച ഈ സിനിമയ്ക്ക് 12 മണിയോടെ 55 ലക്ഷം രൂപയും 4:30 മണിയോടെ 1,85 ലക്ഷം രൂപയും കളക്ട് ചെയ്യാനായിട്ടുണ്ട്. സിനിമയുടെ കേരള പ്രീസെയിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ അപ്ഡേറ്റ് പ്രകാരം 2,20 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ദിലീപിന്റെ തന്നെ രാമലീല നേടിയെടുത്ത 2,10 ലക്ഷം എന്ന കേരള പ്രീസെയിൽ കളക്ഷൻ റെക്കോർഡാണ് നിലവിൽ ഈ സിനിമ മറികടന്നിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 3 കോടിയും മറികടന്നിട്ടുണ്ട്. ഡിസംബർ 5 വെള്ളിയാഴ്ച നിരവധി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുന്ന മലയാള സിനിമയാണ് കളങ്കാവൽ. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഈ സിനിമയിൽ മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോപിനാഥ്, ജിജീഷ വിജയൻ, ഗായത്രി അരുൺ, അസീസ് നിർമ്മങ്ങാട് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സിനിമ 11 ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 77 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്യുന്നത്. 11 ദിവസം കൊണ്ട് കേരളത്തിൽ 32,60,00,000 റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. 12 ദിവസം ഇന്ന് ചൊവ്വാഴ്ചയിലെ കേരള ട്രാക്കിംഗ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 70-75 ലക്ഷം റേഞ്ചിലാണ് നേടിയെടുക്കാൻ സാധ്യത. അങ്ങനെ 12 ദിവസം കൊണ്ട് കേരളത്തിൽ 33,30,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേളയുടെ കളക്ഷൻ 78.5-79 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഡിസംബർ 4 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത കന്നഡ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ദി ഡെവിൾ. പ്രകാശ് വീർ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രചന റായി, മഹേഷ് മഞ്ചരേക്കർ, അച്യുത് കുമാർ, ഷർമിള മന്ത്രെ, റോജർ നാരായണൻ, ശോഭരാജ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 5 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 26,85 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നിലവിൽ പുറത്തു വന്നിട്ടില്ല. ഡിസംബർ 5 വെള്ളിയാഴ്ച തിരുവതി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. ആദിത്യ ധർ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ 11 ദിവസം ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 24 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 11 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 2,80,00,000 ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 11 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 588 കോടി നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമ 12 ദിവസം ഇന്ന് ചൊവ്വാഴ്ചയും മണിക്കൂറിൽ 30,000-35,000 ടിക്കറ്റാണ് വിറ്റഴിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഇന്ത്യൻ കളക്ഷനായി 27 കോടി നെറ്റ് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 40 കോടിയും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 620 കോടിയോളം രൂപയാണ് ആദ്യ 12 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. ബാലയ്യ പ്രധാന താരമായി ബോയപതി ശ്രീനു തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 12 വെള്ളിയാഴ്ച എത്തിയിടത്ത് മിക്സഡ് അഭിപ്രായം മാത്രം നേടിയെടുത്ത തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് അഖണ്ഡ 2. ചിത്രം 5 ദിവസം ഇന്ന് ചൊവ്വാഴ്ച പിന്നിടുമ്പോൾ അത്ര മികച്ച കളക്ഷനല്ല ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുള്ളത്. ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 4 ദിവസം കൊണ്ട് 78,60,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ. വിദേശ കളക്ഷനായി 10,75 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 4 ദിവസം കൊണ്ട് 89,35 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 5 ദിവസം ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5-5.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ 95 കോടിയോളം രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നും ഈ സിനിമ 100 കോടി ക്ലബിൽ എത്തപ്പെടില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. ഈ സിനിമയുടെ കേരളത്തിലെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിലവിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.